പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ.എസ്. മണിലാൽ അന്തരിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രോഗബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്നും ഗൗതം ആമ്രകുഞ്ചമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, ഏതു രീതിയിൽ അദ്ദേഹത്തിന്റെ നേട്ടത്തെയൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കിക്കാണാം? സ്വാതി, കേരളത്തിന്റെ സസ്യ ഗവേഷണ മേഖലയിൽ, സസ്യശാസ്ത്ര മേഖലയിൽ വളരെ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് കെ.എസ്. മണിലാൽ. ഡോക്ടർ കെ.എസ്. മണിലാൽ. അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലെ മുൻ ബോട്ടണി വിഭാഗം മേധാവിയായിരുന്നു. മാത്രമല്ല, ഏറെ പ്രസിദ്ധമായ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന ഗ്രന്ഥം അത് ആദ്യമായി മലയാളത്തിലും ഇംഗ്ലീഷിലും വിവർത്തനം ചെയ്ത് തന്റെ ഗവേഷണത്തിലൂടെ വിവർത്തനം ചെയ്ത് മാറ്റിയതും അദ്ദേഹം ഡോക്ടർ കെ.എസ്. മണിലാലാണ്. അതുകൊണ്ട് തന്നെ രാജ്യം അദ്ദേഹത്തിന്റെ സംഭാവനകളെ കണക്കിലെടുത്തുകൊണ്ട് പത്മശ്രീ നൽകി ആദരിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളും ഗവേഷണങ്ങളും, പ്രത്യേകിച്ച് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയുടെ ബോട്ടണി വിഭാഗം മേധാവിയായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും അത് ഏറെ നിർണായകമാണ്. അതിന്റെ ചുവട് പിടിച്ച് തന്നെ അദ്ദേഹത്തിന്റെ പല ജേർണലുകളും, റിസർച്ച് ജേർണലുകളും വലിയ ചർച്ചയായി മാറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ ചേർന്ന കാലം മുതൽ കേരളത്തിന്റെ സസ്യശാസ്ത്ര സമ്പത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ട മേഖലകളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, ആ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടെത്തലുകൾ അത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 12 വാല്യങ്ങളുള്ള ഹോർത്തൂസ് മലബാറിക്കോസ് അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും വിവർത്തനം ചെയ്തു എന്നതാണ്. കേരളത്തിന്റെ സസ്യശാസ്ത്ര സമ്പത്തിനെ സംബന്ധിച്ചുള്ള വളരെ വിപുലമായ ഒരു ഗ്രന്ഥമാണത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ വളരെ സമഗ്രമായ ഒരു പ്രയത്നത്തിലൂടെയാണ് അദ്ദേഹം മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും മാറ്റിയെടുത്തത്. അതോടൊപ്പം തന്നെ വിവിധ ജേർണലുകളിൽ അദ്ദേഹത്തിന്റെ ഗവേഷണ പഠനങ്ങൾ പല ജേർണലുകളിലും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിൽ മാറി വരുന്ന സസ്യശാസ്ത്ര സമ്പത്തിനെ സംബന്ധിച്ച്, ചെടികളെ സംബന്ധിച്ച്, അതിന്റെ ഘടനയിലും സ്വഭാവത്തിലും വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചത്. ഒപ്പം തന്നെ ഇപ്പോൾ മാറി വരുന്ന തരത്തിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ, അത് ചെടികളിൽ ഉണ്ടാക്കുന്ന മാറ്റം, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാലാവസ്ഥാ പ്രശ്നങ്ങൾ തുടങ്ങി വളരെ വിപുലമായ ഗവേഷണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സൈലന്റ് വാലിയിലെ സസ്യ വൈവിധ്യത്തെക്കുറിച്ച് മണിലാലും അദ്ദേഹത്തിന്റെ സംഘവും സസ്യ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ.എസ്. മണിലാൽ അന്തരിച്ചിരിക്കുന്നു. ആ വിവരങ്ങളാണ് ഗൗതം നൽകിയത്.